ഒരു പെൺകുട്ടിയെ സൊസൈറ്റി അംഗീകരിക്കണമെങ്കിൽ ആ പെൺകുട്ടിയുടെ നിറവും ജാതിയും ട്രൈബൽ ഐഡന്റിറ്റിയും എല്ലാം നോക്കിയിട്ട് അവളുടെ കഴിവുകളെ സൊസൈറ്റി അംഗീകരിക്കാറുള്ളൂ. മഹീഗാന അവളിപ്പോൾ ജസ്റ്റ് ഒരു റാപ്പർ മാത്രമല്ല, ഒരു സൊസൈറ്റിക്ക് എതിരെ സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഈ ജാതി പ്രാധാന്യമുള്ള സ്ഥലത്ത് അവൾ പണ്ടേ കുറ്റവാളിയായതാണ്. എന്നാൽ ഇപ്പോൾ അവൾ തലയുയർത്തി നിൽക്കുന്നുമുണ്ട്. മഹാരാഷ്ട്രയിലെ ആദിവാസി ഗോത്രവർഗത്തിൽ ജനിച്ച മഹീഗാന, മഹാരാഷ്ട്രയിലെ ആദിവാസി സമൂഹത്തിൽ നിന്നാണ് മഹീഗാന എന്ന പെൺകുട്ടി വന്നിരിക്കുന്നത്. അവൾ സ്വന്തം ട്രൈബിലേക്ക് ഇറങ്ങി പാടിയ പാട്ടുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആക്ച്വലി വൈറലായിക്കൊണ്ടിരിക്കുന്നത്. धर्म जाति की लड़ाई नहीं है तो करेगा नहीं क्या शोर तू चला है विनाश की ओर बैराना बनकर अब गौर धर्म जाति की लड़ाई नहीं है तो करेगा नहीं क्या शोर. നിങ്ങൾ ഒരു ഹിന്ദി സിനിമയിലെ പാട്ടുകൾ കണ്ടിട്ടുണ്ടോ? അതിലെന്താ ഉണ്ടാവുക? സെമി ന്യൂഡായിട്ടുള്ള നായകൻ വന്നിട്ട് നന്നായി ഡാൻസ് കളിക്കുന്നു, കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, കളർഫുൾ ആയിട്ടുള്ള ക്ലോത്ത്സ്, റാപ്പ് എല്ലാം കുത്തി കയറ്റിയിട്ടുള്ളത്. എന്നാൽ മഹീഗാനയുടെ പാട്ടിൽ ഇതൊന്നും കാണാൻ കഴിയില്ല. അവളുടെ പാട്ടിൽ അവളുടെ ഫൈറ്റ്, അവളുടെ പെയിന്, അവളുടെ വേദന, അവളുടെ പ്രതിരോധം ഇതൊക്കെയാണ് അവിടെ കാണാൻ കഴിയുക. ജംഗിൾ രാജ എന്ന പാട്ടിലൂടെയാണ് അവൾ ലോകശ്രദ്ധ നേടുന്നത്. ഈ പാട്ടിൽ അവൾ അവളുടെ പൊളിറ്റിക്സ് എന്താണെന്ന് പക്കയായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. किती सुंदर होतं जीवन काही वर्षांपूर्वी ऐका निसर्गाशी होतं नातं माती मोल होता पैका झाड वेली पानं फुलं पशु पक्षी डोंगर रान माणूस होता माणसात निसर्गाची होती जाण रात भर चांदण्यांचा असे लखलकाट पाना फुलांच्या सड्याने जाय बहरून वाट परिबुद्धीच्या जोरावर झाले संशोधन सुरू सोयी सोप्या झाल्या साऱ्या ടെക്നോളജി झाली ഗുരു. ഇവിടെ കേരളത്തിൽ ആദ്യകാലത്ത് വേടനെ എങ്ങനെയാ സ്വീകരിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ആകെ കൂടെ ഏറ്റെടുത്തത് കുറച്ച് ആങ്കേഴ്സും ഒരു ചെറിയ പ്രേക്ഷകരുമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മഹീഗാന നിൽക്കുന്നത്. കുറച്ച് ഫ്യൂ പീപ്പിൾസ് ആണ് അവരെ ഏറ്റെടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഇന്റർവ്യൂവിൽ അവൾക്ക് ഭയങ്കര സിമ്പതിയാണ് ആ ഇന്റർവ്യൂവിലൂടെ മഹാരാഷ്ട്രയിൽ കിട്ടിയിരിക്കുന്നത്. ഒരു ആർട്ടിസ്റ്റിക് ക്രെഡിബിലിറ്റി ഇല്ലാതെ ക്യൂട്ട് ട്രൈബൽ ലേഡി എന്ന രീതിയിലാണ് അവളെ ലേബൽ ചെയ്തത് തന്നെ. മഹിയുടെ പാട്ടുകൾക്ക് ഒരു സർഫേസ് ലെവൽ എൻ്റർടൈൻമെൻ്റ് ഇല്ല. അവളുടെ പാട്ടുകൾ ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നത് പുതിയൊരു മെസ്സേജിന് വേണ്ടിയിട്ടാണ്. സൊസൈറ്റിയിലുള്ള അധിക്ഷേപത്തിൻ്റെയും അധികാരികൾക്കെതിരെയുള്ള ഒരു വിരൽ ചൂണ്ടുകയാണ് അവളുടെ പാട്ടിൽ ആക്ച്വലി ഉള്ളത്. तंत्रज्ञान पुढे मागे मागे राहिले सारे भले प्रदूषण वाढो विकासाचे वाटे वारे कारे इतके झाले बेजार तुम्ही शहराकडे आले पैसा मागे धावता धावता रान विसरू नका रे पैसा मागे धावता धावता माणूस विसरू नका रे. ജംഗിൾ കാ രാജ എന്ന പാട്ടിലൂടെ ആദിവാസികൾക്ക് എതിരെ ഗവൺമെന്റ് എടുക്കുന്ന നടപടികളെ പറ്റിയിട്ടാണ് അവൾ ആ പാടി പറഞ്ഞിരിക്കുന്നത്. ഹീറ്റ് വേവ് എന്ന റാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, അതൊന്ന് കേട്ട് നോക്കൂ. പരിസ്ഥിതിക്കെതിരെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്കെതിരെയാണ് അവൾ ആ പാട്ട് പാടിയിരിക്കുന്നത്. ഈ പാട്ടിലൂടെ ആക്ച്വലി കുറെ ആക്ടിവിസ്റ്റുകളുടെ സപ്പോർട്ടും അന്ന് മഹീഗാനയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഒരു ട്രൈബൽ പെൺകുട്ടി പാട്ട് പാടിയ സൊസൈറ്റി അവളുടെ പെൺകുട്ടികളുടെ ആർത്തവം ഇല്ലാത്ത അവസ്ഥ പോലെയാണ് കാണുന്നത്. അതായത് പീരിയഡ്സ് ഇല്ലാത്ത അവസ്ഥ, അത് കൈവശം വെക്കാൻ പറ്റാത്തതും ഉപേക്ഷിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് മഹീഗാനെ ഇപ്പോൾ എല്ലാവരും അവിടെ കാണുന്നത്. हेमा है दिस साइड मैं कहना ये चाहती हूँ रियल मुद्दों पर हो बात फैक्ट्स मैं बताती हूँ दैट वॉइसेस शुड बी आउट जिस पर लोग करते डाउट यूथ को समझाना है दिस एम इज ऑल अबाउट रैप तो एक जरिया है हम बदलते विचार प्रकृति से प्यार करो ये करते हैं प्रचार जस्ट टू एक्सप्रेस नॉट टू इम्प्रेस आई एम डूइंग दिस हिप हॉप एंड दिस आर्ट इज माई स्ट्रेंथ टू स्प्रेडिंग माई थॉट्स. थैंक यू.